നമസ്കാരം, ജീവൻ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS Hallmark 9161 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. മൂന്നാമത്തെ ബലാത്സംഗ കേസ്, രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിൽ. SITയുടെ നടപടികൾ അതീവ രഹസ്യമായി. വിദേശത്തുള്ള വനിത ഉന്നയിച്ചിട്ടുള്ളത് ഗുരുതര ആരോപണങ്ങൾ. പീഡന പരാതികൾ അയോഗ്യതാ നടപടിക്ക് നിയമോപദേശം തേടുമെന്ന് നിയമസഭാ സ്പീക്കർ. സംരക്ഷിക്കുന്നത് കോൺഗ്രസ് എന്ന് CPM. പാർട്ടിക്ക് ബാധ്യതയില്ലെന്ന് VD സതീശൻ. ശബരിമല സ്വർണ്ണക്കൊള്ള, തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട്ടിൽ നിന്ന് നിർണായക രേഖകൾ ശേഖരിച്ച SIT. ദ്വാരപാലക ശില്പക്കേസിലും തന്ത്രി പ്രതിയാകാൻ സാധ്യത. ഇറാനിലെ കലാപം, തന്ത്രങ്ങൾ മെനഞ്ഞ അമേരിക്കൻ ഭരണകൂടം. സൈനിക നടപടി ആലോചനയില്ലെന്നും റിപ്പോർട്ട്. ഇറാനിലെ സ്ഥിതിഗതികൾ ആശങ്കാജനകം. ഇന്ത്യ ന്യൂസിലൻഡ് ഏകദിന പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ശ്രദ്ധാകേന്ദ്രമായി രോഹിത്തും കോഹ്ലിയും. പരമ്പര ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനും നിർണായകം. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS Hallmark 9161 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. വാർത്തകൾ വിശദമായി. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ. ഇന്നലെ അർദ്ധരാത്രിയാണ് രാഹുലിനെ പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് പ്രത്യേക സംഘം കസ്റ്റഡിയിലെടുത്ത രാഹുലിനെ പത്തനംതിട്ട AR ക്യാമ്പിലെത്തിച്ച് ചോദ്യം ചെയ്തു. തുടർന്നാണ് വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയത്. ബലാത്സംഗവും ഗർഭഛിദ്രവും സാമ്പത്തിക ചൂഷണവും ഉൾപ്പെടെ ഗുരുതര പരാതികളാണ് രാഹുലിനെതിരെ പരാതിക്കാരി ഉന്നയിച്ചിരിക്കുന്നത്. പത്തനംതിട്ട ക്യാമ്പിൽ രാഹുലിനെ ചോദ്യം ചെയ്തു. SITയുടെ ചുമതലയുള്ള പൂങ്കഴിയുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് കേസ് മുന്നോട്ടു പോയത്. ലോക്കൽ പോലീസിലേക്ക് ഒരു വിവരവും എത്തിയിരുന്നില്ല. സുരക്ഷാ ക്രമീകരണങ്ങളും ക്യാമ്പ് പരിസരത്ത് സജ്ജമാക്കിയിരുന്നു. തെളിവുകളെല്ലാം ശേഖരിച്ചാണ് പോലീസ് മുന്നോട്ടു പോയത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ വിവരം MLAയുടെ അഭിഭാഷകരെ അറിയിച്ചെന്നാണ് വിവരം. പാലക്കാട്ടെ KPM ഹോട്ടൽ മുറിയിൽ നിന്നാണ് രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത്. ഹോട്ടൽ മുറി പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. രാഹുലിനെതിരെ പഴുതടച്ച നീക്കമായിരുന്നു പോലീസിന്റേത്. SP പൂങ്കഴിയുടെ നേതൃത്വത്തിലാണ് പുതിയ കേസ് മുന്നോട്ടു പോകുന്നത്. 2002 നമ്പർ മുറിയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. മുറിയുടെ 2 താക്കോലുകളും പോലീസ് കൈവശപ്പെടുത്തി. രാഹുലിന്റെ ജീവനക്കാർ ഒപ്പമില്ലാത്ത നേരത്തായിരുന്നു രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത്. 15 മിനിറ്റ് കൊണ്ട് നടപടിക്രമങ്ങൾ പോലീസ് പൂർത്തിയാക്കി. വിദേശത്തുള്ള വനിതയിൽ നിന്ന് പരാതികൾ സ്വീകരിച്ച ശേഷമാണ് രാഹുലിനെതിരെ നടപടിയുമായി മുന്നോട്ടു പോയത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് നീലപ്പെട്ടി വിവാദവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായത് ഈ ഹോട്ടൽ കേന്ദ്രീകരിച്ചായിരുന്നു. ന്യൂസ് ഡെസ്ക് ജീവൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെയുള്ള മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിലെ പരാതിക്കാരി തിരുവല്ല സ്വദേശിയെന്ന വിവരം. വിദേശത്താണ് ഇപ്പോൾ യുവതിയുള്ളത്. വീഡിയോ കോൺഫറൻസിലൂടെയാണ് പോലീസ് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. SIT മേധാവി G. പൂങ്കുഴലിയുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് ഷൊർണൂർ DYSP പാലക്കാട്ടെ ഹോട്ടലിലെത്തി രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിലെടുത്തത്. നീക്കം അതീവ രഹസ്യമായി വെക്കുവാൻ കർശന നിർദ്ദേശമുണ്ടായിരുന്നു. ആദ്യ 2 പരാതികളിലേതുപോലെ തന്നെ ബലാത്സംഗവും പീഡനവും ഭീഷണിയും ആരോപിച്ചാണ് ഈ പരാതിയും വന്നിട്ടുള്ളത്. ഇപ്പോൾ വിദേശത്ത് താമസിക്കുന്ന വിവാഹിതയായ യുവതിയാണ് രാഹുൽ ക്രൂരമായ ലൈംഗിക പീഡനവും സാമ്പത്തിക ചൂഷണവും നടത്തിയെന്ന ഇമെയിൽ വഴി പരാതി നൽകിയത്. വിവാഹബന്ധത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്താണ് രാഹുൽ സാമൂഹ്യ മാധ്യമം വഴി പരിചയപ്പെട്ടതെന്നും പ്രണയബന്ധം സ്ഥാപിക്കുകയും വിവാഹബന്ധം ഏർപ്പെടുത്തുവാൻ ആവശ്യപ്പെടുകയും ചെയ്തത് എന്നും യുവതി വെളിപ്പെടുത്തി. വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം നൽകി. ഒരു കുഞ്ഞു വേണമെന്നും കുഞ്ഞുണ്ടായാൽ വീട്ടിൽ വിവാഹം വളരെ വേഗം സമ്മതിക്കുമെന്നും രാഹുൽ പറഞ്ഞു. ഒരു ഹോട്ടലിന്റെ പേര് നിർദ്ദേശിച്ച് അവിടെ റൂം ബുക്ക് ചെയ്യാൻ പറഞ്ഞു. റൂമിലെത്തിയതോടെ ഒരു വാക്കുപോലും പറയാതെ കടന്നാക്രമിച്ചു. നേരിട്ടത് ക്രൂരമായ ലൈംഗിക ആക്രമണമെന്ന പരാതിയിൽ പറയുന്നു. മുഖത്തടിക്കുകയും ദേഹമായ മുറിവുണ്ടാക്കുകയും ചെയ്തു. ഗർഭിണിയായ വിവരം അറിയിച്ചപ്പോൾ അസഭ്യം പറഞ്ഞു. മറ്റ് ആരുടെയെങ്കിലും കുഞ്ഞാകാമെന്ന് അധിക്ഷേപിക്കുകയും ചെയ്തു. അതിൽ മനം നൊന്ത് താൻ DNA പരിശോധനയ്ക്ക് തയ്യാറായി. എന്നാൽ രാഹുൽ വിസമ്മതിച്ചു. ഇതിനുള്ള തെളിവുകൾ സൂക്ഷിച്ചിട്ടുണ്ടെന്നും യുവതി പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഗർഭഛിദ്രത്തിനുള്ള കടുത്ത സമ്മർദ്ദമുണ്ടായി. അപമാനവും ഭീഷണികളുമുണ്ടായി. ഇതിനിടെ ഗർഭമലസി. ഇക്കാര്യം പറയാൻ വിളിച്ചപ്പോൾ ഫോണിൽ ബ്ലാക്ക്മെയിൽ ചെയ്തു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഒന്നും സംഭവിക്കാത്ത പോലെ വീണ്ടും അടുപ്പത്തിന് ശ്രമിച്ചു. പാലക്കാട്ട് ഒരു ഫ്ളാറ്റ് വാങ്ങി തരണമെന്നും ഒരുമിച്ച് അവിടെ വിവാഹം കഴിച്ച് ജീവിക്കാമെന്നും പറഞ്ഞു. ഫ്ളാറ്റ് വാങ്ങാനായി താനും രാഹുലും ഒരു നിർമ്മാണ ഗ്രൂപ്പിനെ സമീപിച്ചു. ഫ്ളാറ്റ് വാങ്ങൽ നടന്നില്ല എങ്കിലും പലപ്പോഴായി രാഹുൽ തന്നിൽ നിന്ന് വലിയ സാമ്പത്തിക സഹായം കൈപ്പറ്റി. വില കൂടിയ വാച്ചുകളും വസ്ത്രങ്ങളും ചെരുപ്പുകളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും വാങ്ങി. രാഹുലിനെതിരെ ലൈംഗിക അതിക്രമ പരാതികൾ ഉയർന്നപ്പോൾ താനും പരാതിയുമായി മുന്നോട്ടു പോകുമെന്ന് മനസ്സിലാക്കിയ രാഹുൽ ഭീഷണിപ്പെടുത്തി.
കുടുംബത്തെ ഇല്ലാതാക്കുമെന്നും സഹോദരിയെയും അച്ഛനെയും അമ്മയെയും അപായപ്പെടുത്തുമെന്നും ഭീഷണി മുഴക്കിയെന്നുമാണ് യുവതിയുടെ പരാതിയിലെ വിശദാംശങ്ങൾ. ന്യൂസ് ഡെസ്ക് ജീവൻ. മൂന്നാം ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്ത്. യുവതിയുമായുള്ള ബന്ധം രാഹുൽ നിഷേധിച്ചിട്ടില്ല. മൂന്നാം ബലാത്സംഗ കേസിലെ പരാതിക്കാരിയുമായുള്ള ബന്ധം രാഹുൽ നിഷേധിച്ചില്ല എങ്കിലും ഉണ്ടായത് പീഡനമല്ലെന്നാണ് രാഹുലിന്റെ വാദം. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമാണ് യുവതിയുമായി ഉണ്ടായിട്ടുള്ളതെന്നും രാഹുൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. പത്തനംതിട്ട AR ക്യാമ്പിലെ ചോദ്യം ചെയ്യലിലാണ് രാഹുൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. മൂന്നാം പരാതിയിൽ ബലാത്സംഗത്തിന് പുറമെ നിർബന്ധിത ഗർഭഛിദ്രവും സാമ്പത്തിക ചൂഷണവും ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണുള്ളത്. 3 ആരോപണങ്ങളെയും സാധൂകരിക്കുന്ന ശക്തമായ തെളിവുകളും പരാതിക്കാരി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. ഭ്രൂണഹത്യയ്ക്ക് ശേഷമുള്ള മെഡിക്കൽ രേഖകൾ, ഭ്രൂണഹത്യയ്ക്ക് ശേഷമുള്ള സാമ്പിൾ, സാമ്പത്തിക ചൂഷണത്തിനും മറ്റുമുള്ള ഡിജിറ്റൽ തെളിവുകൾ എന്നിവയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. മുമ്പ് രാഹുലിനെതിരെ ഉയർന്ന 2 പരാതികളെ അപേക്ഷിച്ച് നേരിട്ടുള്ള കൂടുതൽ തെളിവുകളുള്ള കേസായതിനാൽ തന്നെ MLAക്ക് കുരുക്ക് മുറുകുകയാണ്. താൻ ചതിക്കപ്പെട്ടുവെന്ന് തോന്നി തുടങ്ങിയ ഘട്ടത്തിലാണ് തെളിവുകൾ ശേഖരിച്ചു തുടങ്ങിയതെന്നാണ് പരാതിക്കാരിയുടെ മൊഴി. പലതും യുവതി വാങ്ങി നൽകി. ഇതിന്റെ ഉൾപ്പെടെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചെന്നാണ് വിവരം. രാഹുലിന്റെ മൊബൈലുകളും പോലീസ് പിടിച്ചെടുത്തു. ന്യൂസ് ഡെസ്ക് ജീവൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ അറസ്റ്റിൽ വൈകാരിക പ്രതികരണവുമായി ആദ്യ കേസിലെ പരാതിക്കാരി. ദൈവത്തിന് നന്ദിയെന്നും വേദനകൾക്കും വഞ്ചനകൾക്കും ഇടയിൽ ദൈവം അംഗീകരിച്ചുവെന്നും അതിജീവിത സാമൂഹ്യമാധ്യമത്തിലൂടെ പ്രതികരിച്ചു. ഇരുട്ടിൽ എന്താണ് നടന്നതെന്ന് ദൈവം കണ്ടു. ലോകം കേൾക്കാതെ പോയ നിലവിളികൾ നീ കേട്ടു. ഞങ്ങളുടെ ശരീരം ആക്രമിക്കപ്പെട്ടപ്പോഴും കുഞ്ഞുങ്ങളെ ബലം പ്രയോഗിച്ച് അടർത്തി മാറ്റിയപ്പോഴും നീ തുണയായെന്നും യുവതി പറയുന്നു. തെറ്റായ ഒരാളെ അവരുടെ അച്ഛനായി തെരഞ്ഞെടുത്തതിനെ വിശ്വസിച്ചതിനെ സ്വർഗത്തിൽ നിന്ന് മാലാഖ കുഞ്ഞുങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കുമായിരിക്കും. അവരുടെ ആത്മാവിനെ ശാന്തി ലഭിക്കട്ടെയെന്നും അതിജീവിത കുറിച്ചു. ആക്രമണങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും അവർ മുക്തരാകട്ടെ. ഞങ്ങളുടെ കുഞ്ഞുമക്കളെ, ഞങ്ങളുടെ കണ്ണുനീർ സ്വർഗത്തിലെത്തുകയാണെങ്കിൽ നിങ്ങളുടെ അമ്മ നിങ്ങളെ ഒരിക്കലും മറക്കില്ലെന്ന് ആ കണ്ണുനീർ പറയും. നിങ്ങളുടെ സാന്നിധ്യം അത്രമേൽ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഇനിയും കാണുന്നതുവരെ അമ്മയുടെ ഹൃദയത്തിൽ നീ എന്നുമുണ്ടാകുമെന്നാണ് കുറിപ്പ്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നും നിർബന്ധിത ഗർഭഛിദ്രത്തിനെ നിർബന്ധിച്ചെന്നുമായിരുന്നു രാഹുലിനെതിരായ ആദ്യ പരാതി. കുഞ്ഞു വേണമെന്ന് നിർബന്ധിച്ച് രാഹുൽ യുവതി ഗർഭിണിയാണെന്നറിഞ്ഞതിനു പിന്നാലെ ഗർഭഛിദ്രത്തിനെ നിർബന്ധിച്ചുവെന്ന് പരാതിയിൽ പറഞ്ഞിരുന്നു. രാഹുൽ യുവതിയെ ഭീഷണിപ്പെടുത്തുന്നതിന്റെയും ഗർഭഛിദ്രത്തിനെ നിർബന്ധിക്കുന്നതിന്റെയും ഫോൺ റെക്കോർഡുകളും മെസ്സേജുകളും പുറത്തുവന്നിരുന്നു. ന്യൂസ് ഡെസ്ക് ജീവൻ. മൂന്നാം ബലാത്സംഗ കേസിൽ അറസ്റ്റിലായതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ കടുത്ത നടപടിക്കൊരുങ്ങി നിയമസഭ. വിഷയം എത്തിക്സ് ആൻഡ് പ്രിവിലേജസ് കമ്മിറ്റി പരിശോധിക്കുമെന്ന് സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. അയോഗ്യത നടപടിക്ക് നിയമോപദേശം തേടും. തുടർച്ചയായി പരാതികൾ വരുന്ന സാഹചര്യത്തിൽ രാഹുൽ MLA സ്ഥാനത്ത് തുടരുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും സ്പീക്കർ പ്രതികരിച്ചു. നിയമത്തിന്റെ കണ്ണിൽ MLA എന്നോ സാധാരണക്കാരെന്നോ വ്യത്യാസമില്ല. എല്ലാവരും തുല്യരാണ് ആർട്ടിക്കിൾ 14 പ്രകാരം. ഇതിലിപ്പം രാഹുൽ മാങ്കൂട്ടം MLA ആണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇതിന്റെ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് പ്രകാരം ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ഉണ്ട്. ആ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ ബന്ധപ്പെട്ട ഡിറ്റൻഷൻ ആണെങ്കിൽ ഡിറ്റൻഷൻ നടത്തിയ വിവരം നിയമസഭയെ അറിയിക്കുക എന്നുള്ളതാണ്. ആ ചുമതല മാത്രമാണുള്ളത്. മറിച്ച് നിയമസഭയുടെ പെർസിങ്സിനകത്ത്, നിയമസഭയുടെ ഉള്ളിൽ നിയമസഭ ഹോസ്റ്റലോ നിയമസഭക്കകത്തോ വെച്ച് അറസ്റ്റ് ചെയ്യണമെങ്കിൽ മാത്രമേ സ്പീക്കറുടെ അനുമതി ആവശ്യമുള്ളൂ. ഇപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഇനി അതിന്റെ ഫോർമാലിറ്റി റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സിന്റെ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ ഞങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിലേത് നിഷ്ഠൂരമായ കൃത്യമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. രാഹുൽ MLA സ്ഥാനം രാജിവെക്കണം. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് രാഹുലിനെ പിന്തുണ കിട്ടുന്നുണ്ടെന്നും കർശനമായ നടപടിയിലേക്ക് പോകാൻ കോൺഗ്രസിനെ ഭയമാണെന്നും ശിവൻകുട്ടി പ്രതികരിച്ചു. കേരളത്തിന്റെ സംസ്കാരം നമുക്ക് ഉയർത്തിപ്പിടിക്കുവാൻ പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധി MLAയുടെ ഭാഗത്തു നിന്ന് നിഷ്ക്രൂരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ലോകം ഒരിക്കലും അംഗീകരിക്കുന്ന കാര്യങ്ങളല്ല. വിട്ടുവീഴ്ചയില്ലാത്ത നടപടി നിയമപരമായി സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് MLA ആക്കിയ പാർട്ടിയും സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോഴും കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് നല്ല പിന്തുണ ഇദ്ദേഹത്തിന് കിട്ടുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ.
രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാൻ കോൺഗ്രസിന് ആകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അയാളെ പാർട്ടി പുറത്താക്കിയതാണ്. നിയമ നടപടികൾ അതിന്റെ വഴിക്ക് പോകട്ടെ എന്നും സതീശൻ പറഞ്ഞു. അതിനൊന്നും ഞാനതിനൊന്നും മറുപടി പറയാനില്ല. ഞങ്ങൾ എടുത്തതുപോലെ ഒരു നടപടി ആരെടുത്തിട്ടുണ്ട്? ആദ്യം ഒരു പരാതി പോലും കിട്ടുന്നതിന് മുമ്പ് സസ്പെൻഡ് ചെയ്തു. പിന്നീട് KPCC പ്രസിഡന്റ് പരാതി കിട്ടിയപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. മന്ത്രി രാജീവിനോട് പോയി സ്വന്തം പാർട്ടിയിൽ എത്ര പേരുണ്ടെന്നൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. ഞങ്ങൾക്കില്ലല്ലോ, ഞങ്ങളുടെ പാർട്ടിയിലല്ലല്ലോ അദ്ദേഹം, ഞങ്ങളുടെ പാർട്ടിയിലല്ലല്ലോ, പുറത്തല്ലേ. ഞങ്ങളെങ്ങനെയാണ് ആവശ്യപ്പെടുന്നത്? ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള അധികാരം ഞങ്ങൾക്കില്ല, ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താണ് നിൽക്കുന്നത്. അല്ല, അതൊക്കെ നിയമപരമായ ഏതു വഴികളിലൂടെ പോകുന്നതിനും നിയമത്തിന്റെ വഴിക്ക് പോകും. ഈ കാര്യത്തിലേക്ക് എന്റെ നിലപാട് കേരളത്തിലെ ഓരോ കുഞ്ഞുങ്ങൾക്കും അറിയാലോ. പിന്നെ നിങ്ങൾ എന്തിനാ എന്നോട് ചോദിക്കുന്നു? നിങ്ങൾക്കും അറിയാലോ. അല്ല, നിങ്ങൾക്കും അറിയാലോ. രാഹുൽ മാങ്കൂട്ടത്തിലെ എല്ലാ സംരക്ഷണവും ഒരുക്കുന്നത് കോൺഗ്രസ് ആണെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. രാഹുലിനോട് രാജിവെക്കാൻ ആവശ്യപ്പെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ഭാഗമായി MLA ആയ രാഹുൽ മാങ്കൂട്ടത്തെ MLA സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ കോൺഗ്രസ് ആവശ്യപ്പെടണം. അദ്ദേഹത്തിന്റെ രാജി കോൺഗ്രസ് ആവശ്യപ്പെടണം. ഇതുവരെ അത്തരമൊരു പ്രശ്നം കോൺഗ്രസ് ഉയർത്തിയിട്ടില്ലല്ലോ. അപ്പൊ കോൺഗ്രസ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസുമായി ബന്ധമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രാഹുൽ മാങ്കൂട്ടത്തിന് ആവശ്യമായിട്ടുള്ള സംരക്ഷണം ഒരുക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിലെ പോലീസ് സംവിധാനത്തെ വലിയ തോതിൽ പ്രശംസിക്കുന്ന ഒരു നടപടിയാണ്, പ്രശംസിക്കേണ്ടുന്ന നടപടിയാണ്. ആരും അറിയാതെ ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് കഴിഞ്ഞു എന്നുള്ളത്. പാലക്കാട്ടുള്ള ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് പോലീസ് വളരെ ആസൂത്രിതമായി അവർ നീങ്ങിയതിന്റെ ഫലമായി വളരെ രഹസ്യമായി അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യൽ നടപടികൾ തുടരുകയാണ്. വീണ്ടും പരാതിയുടെ അടിസ്ഥാനം ഇപ്പൊ 2 കേസിൽ രാഹുൽ മാങ്കൂട്ടം മുൻകൂർ ജാമ്യം നേടിയിട്ടുണ്ട്. 3ാമത്തെ കേസാണിത്. ഈ കേസിനകത്ത് പോലീസ് വളരെ സമർത്ഥമായ അന്വേഷണം നടത്തി ഈ പ്രതിയെ പിടികൂടി നിയമത്തിൻപിൽ കൊണ്ടുവരികയാണ്. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ അറസ്റ്റിനോട് പ്രതികരിക്കേണ്ട ബാധ്യത കോൺഗ്രസിന് ഇല്ലെന്ന് K മുരളീധരൻ. രാഹുൽ തെറ്റ് ചെയ്തുവെന്ന് കണ്ടെത്തിയതോടെയാണ് പുറത്താക്കിയത്. അതിനുശേഷം നടക്കുന്ന ഒരു കാര്യങ്ങളിലും ഉത്തരവാദിത്വമോ അഭിപ്രായം പറയേണ്ടതായ കാര്യമില്ലെന്ന് മുരളീധരൻ പറഞ്ഞു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു വ്യക്തി ഏതൊക്കെ കേസിൽ ഉൾപ്പെടുന്നു, എന്തൊക്കെ പ്രവൃത്തി ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അന്വേഷിക്കേണ്ട ബാധ്യതയില്ല. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് തെറ്റ് സംഭവിച്ചുകൊണ്ടാണ് പാർട്ടി അദ്ദേഹത്തിനെ പുറത്താക്കിയത്. അപ്പോൾ അതിനുശേഷം നടക്കുന്ന ഒരു കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല, ഞങ്ങൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല. ഒരു MLA ആണ്, തുടർച്ചയായി ഇങ്ങനെ സ്ത്രീപീഡന കേസുകളിൽ പ്രതിയാവുകയാണ്. അപ്പോൾ ഒരു കോൺഗ്രസ്സുകാരൻ നിലയിലല്ല, അല്ലാതെ ഒരു ക്രിമിനൽ ഇങ്ങനെ നിൽക്കുന്നതും ആ ഒരു അറസ്റ്റിലാവുന്നതൊക്കെ പ്രതികരിക്കേണ്ടതല്ലേ? അല്ല, അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റ് കണ്ടുകൊണ്ടാണല്ലോ ഞങ്ങൾ പുറത്താക്കിയത്. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കേണ്ട ആവശ്യം എന്താ? പണ്ട് വടക്കമ്പാട്ടിൽ പറഞ്ഞ പോലെ ഒതേനൻ ചാടാത്ത മതിലില്ല എന്ന് പറഞ്ഞ പോലെ ഇനി എവിടെയൊക്കെ ചാടിയാൽ ഞങ്ങൾക്കെന്താ ഉത്തരവാദിത്വം? ഞങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്തു, ഞങ്ങൾ അദ്ദേഹത്തിനെ പുറത്താക്കി. ഞങ്ങളുടെ കൂട്ടത്തിൽ നിർത്താൻ വളരാത്ത ഒരാളാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് പാർട്ടി ആക്ഷൻ എടുത്തത്. അപ്പോൾ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഒരു ചർച്ചയുടെ ആവശ്യമില്ല. ഇനി ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ സർക്കാരും പോലീസും സ്വീകരിക്കട്ടെ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട്ടിലെ SIT പരിശോധനയിൽ തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചതായി സൂചന. പരിശോധന 8 മണിക്കൂറാണ് നീണ്ടത്. അതേസമയം ദേഹാസ്വസ്ഥയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച തന്ത്രി ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ്. തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട്ടിലെ പരിശോധനയിൽ SIT ബാങ്ക് അക്കൌണ്ട് വിവരങ്ങളും 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധവുമാണ് പരിശോധിച്ചത്. സ്വർണ്ണാഭരണങ്ങൾ പരിശോധിക്കാനായി തന്ത്രിയുടെ വീട്ടിലേക്ക് സ്വർണ്ണപ്പണിക്കാരനെ എത്തിക്കുകയും ചെയ്തിരുന്നു. തന്ത്രിയുടെ പേരിലുള്ള ബാങ്ക് അക്കൌണ്ടുകളുടെ വിവരങ്ങൾ SIT ശേഖരിച്ചു. കുടുംബാംഗങ്ങളുടെ മൊഴിയും ശേഖരിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് കണ്ടെടുത്ത സ്വർണ്ണാഭരണങ്ങളുടെ പഴക്കം, മൂല്യം, അളവ് എന്നിവയാണ് സ്വർണ്ണപ്പണിക്കാരെ കൊണ്ടുവന്നെത്തിച്ച് പരിശോധിച്ചത്.
SITയുടെ പരിശോധനയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരേണ്ടതുണ്ട്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ റിമാൻഡിലായ തന്ത്രി കണ്ഠരര് രാജീവരരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുവാനാണ് SIT തീരുമാനം. അന്വേഷണ സംഘം തിങ്കളാഴ്ച കോടതിയിൽ അപേക്ഷ നൽകിയേക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണത്തിനാണ് SITയുടെ നീക്കം. ദേവന്റെ അനുജ്ഞ വാങ്ങാതെയും താന്ത്രിക നടപടികൾ പാലിക്കാതെയുമാണ് പാളികൾ കൈമാറുന്നതെന്ന് തന്ത്രി കണ്ഠരര് രാജീവര് ദേവസ്വം ബോർഡിനെ അറിയിച്ചില്ലെന്നാണ് SIT റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. ക്ഷേത്രത്തിന്റെ ആചാരപരമായ കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കേണ്ട തന്ത്രി സ്വർണ്ണപ്പാണികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നത് തടഞ്ഞില്ലെന്നും SIT പറഞ്ഞിരുന്നു. ദേവസ്വം മാനുവൽ പ്രകാരം വിലപിടിപ്പുള്ള വസ്തുക്കൾ ക്ഷേത്രത്തിന് പുറത്തു കൊണ്ടുപോകാൻ പാടില്ലെന്നും തന്ത്രിക്കറിയാം. ശ്രീകോവിൽ സ്വർണം പൂശുമ്പോൾ തന്ത്രിസ്ഥാനം വഹിച്ച കണ്ഠരര് രാജീവരര് പാളികളിലും സ്വർണം പതിച്ചതാണെന്ന് വ്യക്തമായി അറിയാമായിരുന്നിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് വിട്ടുനൽകുന്നതിൽ ദുരൂഹത ഉണ്ടെന്നാണ് SIT വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തന്ത്രിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടോ എന്നുള്ളത് SIT പരിശോധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ജീവൻ. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ ബംഗാളിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഇടപെടലിനെ ചൊല്ലി തൃണമൂൽ കോൺഗ്രസ് BJP പോരെ കനക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള BJPയുടെ രാഷ്ട്രീയ നീക്കത്തിൽ സംസ്ഥാന വ്യാപക പ്രചാരണത്തിന് തയ്യാറെടുക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ്. മമതയ്ക്കെതിരെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ED സമർപ്പിച്ച ഹർജി ഉടൻ സുപ്രീംകോടതി പരിഗണിക്കും. ഐപാക് ഓഫീസിലെ ED റെയ്ഡ് BJPക്കെതിരായ പ്രചരണായുധമാക്കുകയാണ് മമതാ ബാനർജി. BJP സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഡൽഹിയിൽ അമിത്ഷാ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് മമതാ ബാനർജി കുറ്റപ്പെടുത്തി. വരും ദിവസങ്ങളിൽ സംസ്ഥാന വ്യാപകമായി BJPക്കും കേന്ദ്ര ഏജൻസികൾക്കുമെതിരായ ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. അതേസമയം റെയ്ഡ് തടഞ്ഞ രേഖകൾ കൈക്കലാക്കിയ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ CBI അന്വേഷണം വേണമെന്നാണ് EDയുടെ ആവശ്യം. സംഭവത്തിൽ ബംഗാൾ പോലീസ് കാഴ്ചക്കാരായി നിന്നതിനാൽ സുതാര്യമായ അന്വേഷണം വേണമെന്നും ED ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. TMCയുടെ അഴിമതികൾ പുറത്തുവരുന്ന ഭയത്തിലാണ് EDയുടെ അന്വേഷണത്തെ തടസ്സപ്പെടുത്തിയത് എന്നാണ് BJPയുടെ വിമർശനം. പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലെ ED നടപടിക്കെതിരെ വിമർശനങ്ങളും ശക്തമാവുകയാണ്. മോഡി സർക്കാരിന്റെ ദൈവമാണ് ED എന്ന മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ കുറ്റപ്പെടുത്തി. മമതാ ബാനർജിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്ന സംഘത്തിലെ പ്രധാന അംഗമായ പ്രീതിക് ജെയിനിന്റെ വസതിയിലും സാൾട്ട് ലേക്ക് സെക്ടർ 5 ഗോദറേജ് വാട്ടർ സൈഡ് കെട്ടിടത്തിലെ കമ്പനിയുടെ ഓഫീസിലുമായിരുന്നു ED റെയ്ഡ്. റെയ്ഡുകളെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവന്നതോടെ TMC നേതാക്കൾ സാൾട്ട് ലേക്ക് ഓഫീസിന് പുറത്ത് പ്രതിഷേധിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് ജീവൻ. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ശക്തിപ്പെട്ട ഇറാനിൽ സ്വീകരിക്കേണ്ട നിലപാട് സംബന്ധിച്ച് അമേരിക്കയിൽ തിരക്കിട്ട കൂടിയാലോചനകൾ. 2 ആഴ്ച പിന്നിട്ട ഭരണവിരുദ്ധ പ്രക്ഷോഭം കൂടുതൽ കനക്കുന്നതിനിടെ ഇറാന്റെ കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കണം എന്നാണ് ചർച്ച. പ്രക്ഷോഭകരെ അമർച്ച ചെയ്താൽ സൈനികമായി ഇടപെടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ മുന്നറിയിപ്പ് ഏത് രീതിയിൽ നടപ്പാക്കാൻ കഴിയുമെന്നതാണ് പ്രധാനമായും അമേരിക്കൻ ഭരണകൂടം ചർച്ച ചെയ്യുന്നത് എന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനിലെ നിരവധി സൈനിക കേന്ദ്രങ്ങളിലേക്ക് വൻതോതിലുള്ള വ്യോമാക്രമണങ്ങൾ തുടങ്ങുന്നതും പരിഗണനയിലുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ച് വാഷിംഗ്ടണിൽ വ്യക്തമായ ഏകാഭിപ്രായം നിലവിലില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം യുദ്ധത്തിന്റെ നടുവിലാണ് ഇറാനെന്നും ഇസ്രായേലാണ് ഇതിന് പിറകിലെന്നും ഇറാൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി അലി രാജിലാനി പറഞ്ഞു. അതുകൊണ്ട് തന്നെ വെടിനിർത്തലിനോ സമാധാനത്തിനോ പ്രസക്തിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനിടെ പ്രതിഷേധക്കാരെ പിടികൂടി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുമെന്ന് പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനി പ്രഖ്യാപിച്ചെങ്കിലും ഇറാനിലെങ്ങും അശാന്തി പടരുകയാണ്. ഇറാനിൽ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്നവരെ ദൈവത്തിന്റെ ശത്രുവായി കാണുമെന്നും അതിന് മരണശിക്ഷ വരെ ലഭിക്കുമെന്നുമാണ് അറ്റോർണി ജനറൽ മുഹമ്മദ് മാവോഹേദി ആസാദ് മുന്നറിയിപ്പ് നൽകിയത്. ടെഹ്റാന് പുറമെ കിഴക്കൻ മേഖലയായ മഷ്ഹദ്, തബ്രിസ് എന്നിവിടങ്ങളിലും ഉത്തര ഇറാഖിലെ ഖുമ്മിലുമടക്കം പ്രതിഷേധം ശക്തമാണ്. 64 പേർ ഇതിനകം കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഔദ്യോഗിക വിവരം. ഇതിൽ 14 സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടും. ഇന്നലെ മാത്രം 200 പേർ പിടിയിലായി. ഇസ്രയേലിന് വേണ്ടി ചാരവൃത്തിക്ക് മുതിർന്ന 2 പേരെ കസ്റ്റഡിയിലെടുത്തതായും സർക്കാർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ജീവൻ. മലയാള ഭാഷാ ബില്ലിനെതിരായ കർണാടക സർക്കാർ നിലപാടിനെതിരെ വിമർശനം. മന്ത്രിമാരായ P. രാജീവും MB രാജേഷുമാണ് രംഗത്തെത്തിയത്. നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും നിലപാട് വ്യക്തമാക്കിയിരുന്നു. മലയാള ഭാഷാ ബില്ലിനെതിരെ കർണാടക സർക്കാർ സ്വീകരിച്ചത് തികച്ചും തെറ്റായ സമീപനമാണെന്ന് മന്ത്രി P. രാജീവ് പറഞ്ഞു. പഴയ ബിൽ നോക്കിയാണ് കർണാടക മുഖ്യമന്ത്രിയുടെ അഭിപ്രായ പ്രകടനം. കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു നിലപാട് സിദ്ധരാമയ്യ സ്വീകരിച്ചത്.
മലയാളിക്കെതിരെ കർണാടക മുഖ്യമന്ത്രി വരുമ്പോൾ ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ട് എന്ന് പറയാനുള്ള ഉത്തരവാദിത്തം കേരളത്തിലെ കോൺഗ്രസിനുണ്ട്. എന്നാൽ കോൺഗ്രസ് പ്രതികരിച്ചു കണ്ടില്ല. എന്തുകൊണ്ട് തിരുത്താൻ ശ്രമം നടത്തിയില്ല എന്നും മന്ത്രി പി രാജീവ് ചോദിച്ചു. കർണാടക മുഖ്യമന്ത്രി കാര്യങ്ങൾ പഠിക്കാതെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കാം ഒരു വളരെ തെറ്റായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. മലയാള ഭാഷാ ബില്ല് എന്നുള്ളത് ഈ നാടിന്റെ പൊതുവായ വികാരമാണ്. നമ്മൾ നേരത്തെ ഒരു ബില്ല് പാസ്സാക്കി രാഷ്ട്രപതിക്ക് അയച്ചു. അതിന് അംഗീകാരം കിട്ടിയില്ല. നമ്മളുമായി ചർച്ച നടത്തി വിസ്തീർണങ്ങൾ ചോദിച്ച് അതിന് വിസ്തീർണമൊക്കെ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ബില്ലിന് അനുമതി നിഷേധിച്ചതായിട്ട് വന്നു. മലയാള ഭാഷാ ബിൽ നാടിന്റെ പൊതുവായ വികാരമാണ്. ആദ്യം ഒരു ബിൽ രാഷ്ട്രപതിക്ക് അയച്ചിരുന്നു. അതിന് അനുമതി ലഭിച്ചില്ല. എല്ലാ ഭാഗങ്ങളും പരിശോധിച്ച ശേഷമാണ് വീണ്ടും ബിൽ അവതരിപ്പിച്ചത്. കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ളവർക്ക് അവരുടെ ഭാഷയിൽ പഠിക്കാൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് പുതിയ ബില്ല്. ഔദ്യോഗിക കത്തിടപാടുകളടക്കം അവരുടെ ഭാഷയിൽ നടത്താം. അവർക്ക് താൽപര്യമുണ്ടെങ്കിൽ മലയാളം പഠിക്കാമെന്നേയുള്ളൂ. നേരത്തെ അങ്ങനെ ആയിരുന്നില്ലെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവർ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. ബിൽ വായിച്ചു നോക്കാൻ പോലും അവർക്ക് സമയം കിട്ടിയിട്ടുണ്ടാകില്ല. കർണാടകയും കേരളവും നല്ല രീതിയിൽ സഹകരിച്ചു പോകണമെന്നുള്ളതാണ് സർക്കാർ നിലപാട്. എന്നാൽ കാര്യങ്ങൾ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക പോലും ചെയ്യാതെ ചർച്ച വഴിതിരിച്ചു വിടുകയാണെന്നും മന്ത്രി പറഞ്ഞു. കർണാടക മുഖ്യമന്ത്രിയുടെ പ്രതികരണം അപകടകരമെന്നായിരുന്നു മന്ത്രി എം ബി രാജേഷ് പറഞ്ഞത്. കേരളത്തിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ നിർബന്ധമായും മലയാളം പഠിക്കണമെന്ന ബില്ലിൽ വ്യവസ്ഥയുണ്ടെന്നാണ് കർണാടക സർക്കാർ ഉയർത്തുന്ന വിമർശനം. ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സിദ്ധരാമയ്യ കേരള മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക് ജീവൻ. വെബ്സൈറ്റിലെ അശ്ലീല ഉള്ളടക്കങ്ങൾക്കെതിരെ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ 600 അക്കൌണ്ടുകൾ നീക്കം ചെയ്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സ് ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട 3500 പോസ്റ്റുകൾ ബ്ലോക്ക് ചെയ്തിട്ടുമുണ്ട്. അശ്ലീല ഉള്ളടക്കങ്ങൾ നീക്കിയതിനു പുറമെ അശ്ലീല ഉള്ളടക്കങ്ങൾ അനുവദിക്കില്ലെന്നും സർക്കാർ നിയന്ത്രണങ്ങൾ പാലിക്കുമെന്നും എക്സ് ഉറപ്പു നൽകിയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. എക്സിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന അശ്ലീല ഉള്ളടക്കങ്ങളിൽ സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെ തൊട്ടുപിന്നാലെയാണ് എക്സിന്റെ നടപടി. അശ്ലീല ഉള്ളടക്കങ്ങൾ പ്രചരിക്കുന്നതിലൂടെ വ്യക്തിഗത വിവരങ്ങളുടെ സുരക്ഷാ വീഴ്ച, വർദ്ധിച്ചുവരുന്ന കുറ്റകൃത്യങ്ങൾ, മനോവൈകൃതങ്ങൾ തുടങ്ങിയവ 72 മണിക്കൂറിനുള്ളിൽ തടയുന്നതിനായി അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് എക്സ് ഉടമ എലോൺ മസ്കിനോട് കേന്ദ്ര മന്ത്രാലയം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. നടപടി സ്വീകരിക്കണമെന്ന ആവശ്യത്തോട് ഗൌരവ സ്വഭാവത്തിൽ സമീപിക്കുന്നില്ലെങ്കിൽ ഇന്ത്യൻ നിയമപ്രകാരം കടുത്ത നടപടിക്കൊരുങ്ങുമെന്നും മന്ത്രാലയം കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിനു പിന്നാലെയാണ് എക്സിന്റെ ഇടപെടൽ. സ്ത്രീകളുടെയും കുട്ടികളുടെയും വ്യാജ അശ്ലീല ചിത്രങ്ങൾ നിർമ്മിക്കുകയും പ്രചരിപ്പിക്കുകയും വർദ്ധിച്ച സാഹചര്യത്തിൽ ഗ്രോക്കിനെതിരെ നിരവധി രാജ്യങ്ങൾ നേരത്തെ രംഗത്തെത്തിയിരുന്നു. അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ബ്രിട്ടനും പോളണ്ടും ആവശ്യപ്പെട്ടു. ഗ്രോക്ക് അശ്ലീല ചിത്രങ്ങൾ പടച്ചുവിടുന്നതിനെ ഇന്ത്യയെ കൂടാതെ യൂറോപ്യൻ യൂണിയൻ, ഫ്രാൻസ്, മലേഷ്യ, ബ്രസീൽ എന്നീ രാജ്യങ്ങളും അപലപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് ജീവൻ. ശബരിമല മകരവിളക്ക് ദിനത്തിൽ പ്രവേശനം 35,000 പേർക്ക് മാത്രമായി നിജപ്പെടുത്തിയ ഹൈക്കോടതി. വെർച്വൽ ക്യൂ വഴി 30,000 പേർക്കും സ്പോട്ട് ബുക്കിംഗ് വഴി 5,000 പേർക്കുമാണ് പ്രവേശനം. മകരവിളക്ക് തലേന്ന് ജനുവരി 13-ന് വെർച്വൽ ക്യൂ വഴി 35,000 പേർക്കും സ്പോട്ട് ബുക്കിംഗ് വഴി 5,000 പേർക്കും മാത്രം പ്രവേശനം നൽകും. മകരവിളക്ക് ദിനത്തിൽ രാവിലെ 10 മണിക്ക് ശേഷം നിലയ്ക്കലിൽ നിന്നും ആരെയും പമ്പയിലേക്ക് കടത്തിവിടില്ല. 11 മണി കഴിഞ്ഞാൽ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ആരെയും കടത്തിവിടാൻ പാടില്ലെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. മകരവിളക്ക് സമയം 6 മുതൽ 7 വരെ അക്രഡിറ്റേഷനുള്ള മാധ്യമപ്രവർത്തകർക്ക് മാത്രമേ പ്രവേശനമുണ്ടാകൂ. സന്നിധാനത്ത് ഒരു സ്ഥാപനത്തിൽ നിന്നുള്ള 2 പേർക്ക് മാത്രം പ്രവേശനം നൽകും. മകരവിളക്ക് സമയം കേബിളുകൾ, ട്രൈപോഡുകൾ എന്നിവ ഉപയോഗിക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന ചീഫ് കോർഡിനേറ്റർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക് ജീവൻ. ഇന്തോ അറബ് കോൺഫെഡറേഷൻ പ്രവാസി ഭാരതീയ ദിനാഘോഷം കോഴിക്കോട് സംഘടിപ്പിച്ചു. പ്രവാസി എക്സലൻസി അവാർഡുകളും വിതരണം ചെയ്തു. ജീവൻ ടി വി റീജിയണൽ ബ്യൂറോ ചീഫ് അജീഷ് അത്തോളിയെ ആദരിച്ചു. ഹോട്ടൽ അളകാപുരിയിൽ നടന്ന ചടങ്ങിലായിരുന്നു ഇൻഡോ അറബ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ പ്രവാസി ഭാരതീയ ദിനാഘോഷം സംഘടിപ്പിച്ചത്. ചടങ്ങിൽ പ്രവാസി എക്സലൻസി അവാർഡുകൾ വിതരണം ചെയ്തു. മന്ത്രി എ കെ ശശീന്ദ്രനിൽ നിന്നും ടി സി അഹമ്മദും നവാസ് പൂനൂരും പുരസ്കാരം ഏറ്റുവാങ്ങി. ചടങ്ങിൽ ഡോക്ടർ മുഹമ്മദ് ഹസൻ അധ്യക്ഷനായിരുന്നു. പ്രവാസി ഭാരതീയ ദിനാഘോഷം മുൻ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു.
ഏതാണ്ട് എല്ലാ രാജ്യങ്ങളുമായും ഒരു നല്ല ബന്ധത്തിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചൊരു കാലഘട്ടമാണ്. അമേരിക്ക, ഞാൻ അവരെ വിമർശിക്കാനൊന്നും ഈ അവസരം ഉപയോഗിക്കുന്നില്ല. എന്തുകൊണ്ട് അമേരിക്ക വളരെ ഒരു നിലയ്ക്കും രാജനീതി രംഗത്ത് പാടില്ലാത്ത തരത്തിലുള്ള പല സാഹസികമായ നടപടികളും എടുക്കുന്നു എന്നുള്ള വസ്തുതയിലേക്ക് നിങ്ങളെല്ലാവരും അതിനെപ്പറ്റി പഠിക്കാൻ ശ്രമിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ചടങ്ങിൽ ജീവൻ TV റീജിയണൽ ബ്യൂറോ ചീഫ് അജീഷ് അത്തോളിയെ ആദരിച്ചു. ഡോക്ടർ ഹുസൈൻ മടവൂർ മുഖ്യപ്രഭാഷണം നടത്തി. MV കുഞ്ഞാമു, ആറ്റക്കോയ പള്ളിക്കണ്ടി, കൊയട്ടി മാളിയേക്കൽ, കമാൽ വരദൂർ, KT വാസുദേവൻ, AV ഫർദീസ്, AP അബ്ദുള്ളക്കുട്ടി, P മുഹമ്മദ് കോയ തുടങ്ങിയവർ സംബന്ധിച്ചു. ജീവൻ ന്യൂസ്, കോഴിക്കോട്. ഇന്ത്യ ന്യൂസിലൻഡ് ഏകദിന പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും വീണ്ടും കളത്തിലെത്തുന്നതിന്റെ ആകാംക്ഷയിലാണ് ആരാധകർ. 2020 ലോകകപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ ഇരു ടീമുകൾക്കും പരമ്പര നിർണായകമാണ്. ഓസ്ട്രേലിയൻ പരമ്പരയിൽ ഹിറ്റ്മാൻ തിളങ്ങിയെങ്കിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ കോഹ്ലിയുടെ അഴിഞ്ഞാട്ടമായിരുന്നു കണ്ടത്. യുവാക്കളേറെ ടീമിലുണ്ടെങ്കിലും സീനിയേഴ്സ് തന്നെയാണ് കിവികൾക്കെതിരെ നിർണായകമാവുക. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെയും വൈസ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെയും മടങ്ങിവരവും പരമ്പരയിൽ കാണാം. 2020 ലോകകപ്പ് ടീമിൽ ഉൾപ്പെടുത്താത്തതിന്റെ ക്ഷീണം തീർക്കുവാൻ ഗില്ലിന് വമ്പൻ പ്രകടനം അനിവാര്യമാണ്. സെഞ്ചുറി നേടിയിട്ടും ഋതുരാജ് ഗൈക്വാദിനെ ഒഴിവാക്കി തന്നെ ഉൾപ്പെടുത്തിയ തീരുമാനം ശരിയെന്ന് ശ്രേയസ് അയ്യർക്കും തെളിയിക്കണം. ഏകദിന ടീമിലെ സ്ഥാനം നിലനിർത്താൻ കിട്ടുന്ന അവസരം മുതലെടുക്കാൻ ഋഷഭ് പന്തും ശ്രമിക്കും. ടീമിലെ സ്ഥാനം ഉറപ്പിക്കാൻ മുഹമ്മദ് സിറാജും കണ്ടെറിഞ്ഞ് പന്തെറിയും. വഡോദരയിലെ ആദ്യ ഏകദിനത്തിനു ശേഷം 14 രാജ്കോട്ടിലും 18 ഇൻഡോറിലുമാണ് പരമ്പരയിലെ മറ്റു മത്സരങ്ങൾ. സ്പോർട്സ് ഡെസ്ക്, ജീവൻ. ഇംഗ്ലീഷ് FA കപ്പിൽ നിലവിലെ ജേതാക്കളായ പ്രീമിയർ ലീഗ് ക്ലബ്ബ് ക്രിസ്റ്റൽ പാലസിനെ തോൽപ്പിച്ച് ഇംഗ്ലണ്ടിലെ 6ാം ഡിവിഷൻ ക്ലബ്ബായ മേസിൽ ഫീൽഡ് FC 2-1 ഗോളിനാണ് മേസിൽ ഫീൽഡ്സിന്റെ ജയം. 1909 ശേഷം ആദ്യമായാണ് വമ്പൻ അട്ടിമറിക്ക് ഇംഗ്ലീഷ് ഫുട്ബോൾ വേദിയാകുന്നത്. ക്രിസ്റ്റൽ പാലസിനേക്കാളും 117 സ്ഥാനങ്ങൾ താഴെയാണ് നിലവിൽ മേസിൽസ് ഫീൽഡ്. മേസിൽസ് ഫീൽഡിന്റെ സ്റ്റേഡിയമായ മോസ്റോസിൽ വെച്ച് നടന്ന മത്സരത്തിൽ ആദ്യ പകുതിയുടെ 43ാം മിനിറ്റിൽ പോൾ ഡോസനിലൂടെ ആതിഥേയർ മുന്നിലെത്തി. രണ്ടാം പകുതിയിൽ ഐസക് ക്രിക്കറ്റ് മേസിൽസ് ഫീൽഡിന്റെ ലീഡ് ഉയർത്തി. മത്സരത്തിന്റെ 90ാം മിനിറ്റിൽ യെറമി പിനോയാണ് പാലസിനായി ഒരു ഗോൾ മടക്കിയത്. നിലവിൽ ക്രിസ്റ്റൽ പാലസ് പ്രീമിയർ ലീഗിൽ 13ാം സ്ഥാനത്താണ്. മേസിൽസ് ഫീൽഡ് അവരുടെ ലീഗിൽ 14ാം സ്ഥാനത്താണ്. FA കപ്പിൽ മറ്റു മത്സരങ്ങളിൽ വോൾവ്സ് ഷ്രൂസ്ബറി ടൗണിനെയും സണ്ടർലാൻഡ് എവർട്ടണിനെയും ലെസ്റ്റർ സിറ്റി ചെൽട്ടൻഹാമിനെയും തോൽപ്പിച്ചു. മറ്റൊരു മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കായി അരങ്ങേറ്റം കുറിച്ച ഗാന താരം ആന്റോയിൻ സെമന്യോ ഒരു ഗോളും ഒരു അസിസ്റ്റും നേടി. എക്സ്റ്റർ സിറ്റിക്കെതിരെയായിരുന്നു സിറ്റിയുടെ മത്സരം. സ്പോർട്സ് ഡെസ്ക്, ജീവൻ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. മൂന്നാമത്തെ ബലാത്സംഗ കേസ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിൽ. SITയുടെ നടപടികൾ അതീവ രഹസ്യമായി. വിദേശത്തുള്ള വനിത ഉന്നയിച്ചിട്ടുള്ളത് ഗുരുതര ആരോപണങ്ങൾ. പീഡന പരാതികൾ അയോഗ്യതാ നടപടിക്ക് നിയമോപദേശം തേടുമെന്ന നിയമസഭാ സ്പീക്കർ. സംരക്ഷിക്കുന്നത് കോൺഗ്രസ് എന്ന് CPM. പാർട്ടിക്ക് ബാധ്യതയില്ലെന്ന് VD സതീശൻ. ശബരിമല സ്വർണ്ണക്കൊള്ള. തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട്ടിൽ നിന്ന് നിർണായക രേഖകൾ ശേഖരിച്ച SIT. ദ്വാരപാലക ശില്പകേസിലും തന്ത്രി പ്രതിയാകാൻ സാധ്യത. ഇറാനിലെ കലാപം. തന്ത്രങ്ങൾ മെനഞ്ഞ അമേരിക്കൻ ഭരണകൂടം. സൈനിക നടപടി ആലോചനയില്ലെന്നും റിപ്പോർട്ട്. ഇറാനിലെ സ്ഥിതിഗതികൾ ആശങ്കാജനകം. ഇന്ത്യ ന്യൂസിലൻഡ് ഏകദിന പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ശ്രദ്ധാകേന്ദ്രമായി രോഹിത്തും കോഹ്ലിയും. പരമ്പര ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനും നിർണായകം. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.